നമ്മളെ സംബന്ധിച്ച് KSRTCയിലെ സംബന്ധിച്ച് നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത് ജനങ്ങളാണ്, യാത്രക്കാരാണ്. ഒരു സ്കൂളിൻ്റെ യജമാനൻ ആരാണെന്ന് ചോദിച്ചാൽ അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഒരു സിനിമാ തിയേറ്ററിലെ യജമാനൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകനാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത് ബസ്സിൽ കയറുന്ന യാത്രക്കാരാണ്. അവരോട് സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ളതാണ് എൻ്റെ ഈ സന്ദേശം. KSRTCയിലെയും സ്വിഫ്റ്റിലെയും കണ്ടക്ടർമാരോടാണ്. ഈ ലഘു സന്ദേശത്തിൽ ഞാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് പിന്തുടരണം, അതനുസരിച്ച് മുന്നോട്ട് പോകണം. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വരുമാനം വർദ്ധിക്കും, നമുക്കെല്ലാ കാര്യങ്ങളും നമ്മുടെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കിട്ടാനും അന്തസ്സായ ഒരു KSRTC മുന്നോട്ട് കൊണ്ടുപോകാൻ, അന്തസ്സായ ഒരു ജീവിതം നമുക്ക് നയിക്കാനും പറ്റും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പരിപൂർണ്ണ സഹകരണം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ആശയങ്ങൾ പറയുന്നത്. നമ്മുടെ ബസ്സിൽ കയറുന്ന സഹോദരി സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറണം. നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ മര്യാദയായ ഭാഷ ഉപയോഗിച്ചാൽ മതി. അവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരും നമ്മുടെ ബന്ധുക്കളാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ മക്കളാണ് എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയാണ് എന്ന നിലയിൽ നമ്മൾ പെരുമാറണം. നമ്മുടെ അമ്മയാണെന്ന് കരുതണം. അത്തരത്തിലൊരു പെരുമാറ്റം നമ്മുടെ കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നിർബന്ധമായും അവരോട്, പ്രത്യേകിച്ച് അമ്മമാർ, വൃദ്ധജനങ്ങൾ, കുഞ്ഞുങ്ങൾ, അതുപോലെ ഫിസിക്കലി ചലഞ്ചഡായിട്ടുള്ള അത്തരത്തിലുള്ള വിവിധ ശേഷിയുള്ളവർ, അവരെ വളരെ സ്നേഹത്തോടെ കൈകാര്യം, വൃദ്ധരായ അമ്മമാരെയും വണ്ടിയിൽ കയറ്റുകയും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും സ്ത്രീകളുമെല്ലാം വണ്ടിയിൽ കയറാതെ വണ്ടി ബെല്ലടിക്കരുത്. കൃത്യത, ആ ഒരു സ്നേഹത്തോടെ അവരോട് ബിഹേവ് ചെയ്യണം. മാത്രമല്ല, ഇപ്പം ബസ്സിലേക്ക് കയറി വരുന്ന പല ഉദാഹരണങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നവരുടെ അടുത്ത് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. ഈ കൂടെ വരുന്ന സഹോദരിയാണോ, ഭാര്യയാണോ, ലവറാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില കണ്ടക്ടർമാരുടെ നടപടികൾ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം. അത് ഇന്ത്യയിലെ നിയമം അനുസരിക്കുന്ന ഒരു വികസിത രാജ്യവും പുരോഗമന സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ് മലയാളികൾ. ഈ അടുത്ത കാലത്തൊരു കണ്ടക്ടർ ഒരു സഹോദരനും സഹോദരി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്? റിലേഷൻ അറിയേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് പാസഞ്ചർ വണ്ടിയിൽ വരണം എന്ന് മാത്രമേ നമുക്കുള്ളൂ. അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. അതുകൊണ്ട് മാത്രമല്ല, മദ്യപിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഡ്യൂട്ടിക്ക് വരാൻ പാടില്ല. കാരണം അത് KSRTCയിലെ ഒരു ജീവനക്കാരും മദ്യപിച്ചുകൊണ്ട് മേലിൽ ഡ്യൂട്ടിക്ക് വരരുത്. നമ്മൾ മദ്യപിക്കുന്ന ഒരു കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗന്ധം ഒരു പക്ഷേ ബസ്സിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. മദ്യപിക്കുന്നവരുണ്ട്, മദ്യപിക്കാത്തവരും ധാരാളമുണ്ട്. അപ്പോൾ ഈ മദ്യപിക്കാത്തവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, ഈ മദ്യത്തിൻ്റെ തലേ ദിവസം കഴിച്ച മദ്യത്തിൻ്റെ ദുർഗന്ധം, അല്ലെങ്കിൽ അന്ന് കഴിച്ച മദ്യത്തിൻ്റെ ദുർഗന്ധം അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ അധ്വാനിച്ച്, വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച്, തിക്കിലും തിരക്കിലും നിന്ന് ടിക്കറ്റ് കൊടുത്താണ് KSRTCയെ വളർത്തുന്നത്. അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വില കളയരുത്. നിങ്ങൾക്കുള്ളൊരു വിലയുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടൊരു കാഴ്ചയാണ്. തിരുവനന്തപുരത്ത് ഒരു മജിസ്ട്രേറ്റ്, അദ്ദേഹത്തിന് വലിയ പദവിയുള്ളതാണ്. അദ്ദേഹം ബസ് കയറാൻ വന്നു. ഞാനന്ന് സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ ബസ്സിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം കൂപ്പൺ എടുത്തില്ല എന്നുള്ളതിൽ അദ്ദേഹത്തെ കയറ്റാതെ കണ്ടക്ടർ വഴി നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നു, സാറേ എന്നെ ഒന്ന് കൊണ്ടുപോയി, എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, എനിക്ക് കോട്ടയത്ത് എത്തണമെന്ന് അദ്ദേഹം വളരെ എളിമയോടെ ഈ മജിസ്ട്രേറ്റ് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു വിധത്തിൽ കയറ്റില്ല, നിങ്ങൾക്ക് കൂപ്പണില്ല, നിങ്ങളെ കയറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇത്തരം രംഗങ്ങൾ ഉണ്ടാകരുത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ്. ഇത്തരം രംഗങ്ങൾ നമുക്ക് വേണ്ട.